നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ ക്യാൻവ ഫ്രീ കോഴ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബർത്ത്ഡേ പോസ്റ്റർ എങ്ങനെയാണ് നിർമ്മിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ആണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്ററാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ canva.com കയറി സോഷ്യൽ മീഡിയ എന്ന ബട്ടൺ അമർത്തി ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റോ എടുക്കാം. നമുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കാം. ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പേജ് ഓപ്പണായി വരും. ക്യാൻവയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ക്യാൻവയുടെ ആപ്ലിക്കേഷൻ പോലെയല്ല വെബ്സൈറ്റ് അത്യാവശ്യം ലോഡുള്ള ഒരു ഗ്രാഫിക്സ് കണ്ടന്റ് കൂടുതലുള്ള വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ടൈം അത് ലോഡ് ആവാൻ എടുക്കും. എത്ര നെറ്റ് സ്പീഡ് ആണെങ്കിൽ പോലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ സ്പീഡുള്ള നെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് നേരം ലോഡ് ചെയ്ത് വരാൻ കാത്തിരിക്കേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ നമുക്ക് ആ വെയിറ്റിംഗ് ടൈം എന്തായാലും നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യാനുള്ള ടെംപ്ലേറ്റുകൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ചെയ്യേണ്ടതെന്ന് കരുതാം. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ബർത്ത്ഡേ എന്ന് കൊടുത്തു. അപ്പോൾ ബർത്ത്ഡേക്കുള്ള പോസ്റ്ററുകൾ വരികയാണ്. പല രീതിയിലുള്ള പോസ്റ്ററുകൾ കാണാം. അതിൽ നമുക്ക് പ്രീമിയം കണ്ടന്റുകൾ കാണാം. ഇവിടെ എജു എന്ന് എഴുതി കാണിക്കുന്നത് പ്രീമിയം ടെംപ്ലേറ്റ് ആണ്. നേരെ മറിച്ച് ഇത് ഫ്രീ ആണ്. നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ് എടുക്കാം. ഫ്രീ തന്നെ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഉണ്ടാവും. പല രീതിയിലുള്ള അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള പോസ്റ്ററുകൾ കാണാം. കണ്ടില്ലേ? ഇതൊക്കെ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടന്റാണ്. ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പ്രീമിയം കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഫ്രീ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ അതിൽ പലതും നമുക്ക് ആവശ്യമുള്ളതുണ്ടാവും, ആവശ്യമില്ലാത്തതുണ്ടാവും, ആഡ് ചെയ്യാനുള്ളതുണ്ടാവും, ആഡ് ചെയ്യേണ്ടാത്തതൊക്കെ ഉണ്ടാവും. ഓരോ പോസ്റ്ററുകളും അതിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടിയുടെ പിക്ചർ, ഹാപ്പി ബർത്ത്ഡേ, പിന്നെ അതിനുള്ള കണ്ടന്റ്, പിന്നെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ നമുക്കത് ആവശ്യമില്ലാത്തതാണ്. അത് ഡിലീറ്റ് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് ബർത്ത്ഡേ കേക്ക്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിക്ചർ മാറ്റാൻ പിക്ചർ മാറ്റാം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റണമെങ്കിൽ അത് മാറ്റാം, ഒക്കെ മാറ്റാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടാണ് ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഇവിടെയാണ് കാണിക്കുക. ബാക്ക്ഗ്രൗണ്ട് കളർ അതെടുത്തു കഴിഞ്ഞാൽ ഏത് കളറാണ് ഇതിനോട് മാച്ച് ആയിട്ടുള്ളത് അതാണ് ഈ ഡോക്യുമെൻ്റ് കളേഴ്സ് കാണിക്കുക. ഈ പിന്നെ ടെംപ്ലേറ്റുമായി യോജിച്ച് വന്നിട്ടുള്ള കളറുകളാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം. കണ്ടോ? നമുക്കിതൊന്നൊക്കെ അൺഡു ചെയ്യണം. അൺഡു എന്ന് പറഞ്ഞാൽ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് Ctrl+Z പോലെ ഇവിടെ കൊടുക്കാം. കണ്ടോ? സോ ആദ്യത്തെ പോലെ തന്നെ ആയി. അപ്പോൾ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാനുള്ള ഓപ്ഷൻ. ഇനി ഇവിടെ എഡിറ്റ് ഇമേജ് എന്ന് കാണാം. എഡിറ്റ് ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഇമേജ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ വരും. ഇത് പ്രീമിയം കണ്ടന്റിലാണ് അല്ലെങ്കിൽ പ്രീമിയം ക്യാൻവ പ്രീമിയം എടുത്തവർക്കാണ് ഇതൊക്കെ ആക്റ്റീവായിട്ട് കിട്ടുള്ളൂ. എഡിറ്റ് ഇമേജ് ഓപ്ഷനിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഒക്കെ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഉണ്ട്, മാജിക് ഇറേസർ നമുക്ക് ആവശ്യമുള്ള സ്ഥലം മാത്രം ഇറേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, മാജിക് ഗ്രാബ് ഉണ്ട്, പിന്നെ ഗ്രാബ് ടെക്സ്റ്റ് ഉണ്ട്, മാജിക് എഡിറ്റ് ഉണ്ട്, മാജിക് എക്സ്പാൻഡ് ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം. അത് ഓരോന്നിനും ഓരോ ഡിസൈനിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോന്നും. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവറിൻ്റെ ആവശ്യമില്ല, മാജിക് ഇറേസറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നേരെ നമുക്ക് ആവശ്യമുള്ളത് ആഡ് ചെയ്യാനും ആവശ്യമില്ലാത്തത് കളയേണ്ടതും ആയിട്ടുള്ള ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അത് ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളുള്ള പോസ്റ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് അവിടെ പറയാം. ഓക്കെ, ഇനി നമുക്ക് പിന്നെ ബാക്കിലോട്ട് വരാം. ഇപ്പോൾ ഇവിടെ ഒരു തോരണം കൊടുത്തിട്ടുണ്ട്.
അത് നമ്മൾ സെലക്ട് ചെയ്തു. ഇത് നമുക്ക് തിരിച്ചിടണം എന്നുണ്ടെങ്കിൽ ഇതെന്താ ചെയ്യുക, ഇത് സെലക്ട് ചെയ്തിട്ട് ഫ്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഫ്ലിപ്പ് അതെടുത്തിട്ട് ഹൊറിസോണ്ടലായിട്ട് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം, ഇങ്ങനെ മാറി. ഇനി ഫ്ലിപ്പ് വെർട്ടിക്കലായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കണ്ടോ, ഒന്നുകൂടി സെലക്ട് ചെയ്താൽ സാധാ പോലെ തന്നെ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ചെയ്യാം. സെലക്ട് ചെയ്യുക, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ, ഫ്ലിപ്പ് വെർട്ടിക്കൽ. സാധാ പോലെ തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൽ തന്നെ കളറൊക്കെ മാറ്റം വരുത്താനുള്ള കളറുകളുണ്ട്. ഓരോന്നിനും കളറുകൾ കൂടെ മാറ്റം വരുത്താനുള്ള ഓപ്ഷൻ അവിടെ അത് സെലക്ട് ചെയ്യുമ്പോൾ വരും. കണ്ടില്ലേ, ഇതിൻ്റെ കളർ മാറ്റാൻ അത് മാത്രം, ആ കളറുള്ളത് മാത്രം മാറി. കണ്ടോ, ഇനി ഈ കളറുള്ളത് മാറാൻ അവിടെ വേറെ കളർ കൊടുക്കാൻ അത് കൊടുക്കുക, അപ്പോൾ അവിടെ മാറി. അങ്ങനെ ഓരോന്നും ആ ഓപ്ഷൻ വന്നു. ഈ ആനിമേഷൻ ഒന്നും ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇനിയിപ്പോൾ ഈ ഫോണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക, ഫോണ്ട് എടുക്കുക. ഇഷ്ടംപോലെ ഫോൺസ് ഉണ്ടാവും. ആ ഫോൺസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം. മലയാളം ഒക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. മലയാളം കൊടുക്കാനുള്ളതൊക്കെ മലയാളത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് പറയാം, ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാം. നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോൺസ് ഉണ്ട്. ആ ഫോൺസ് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാറും. ഉണ്ടല്ലേ, ഈ ഫോൺസിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഫോണ്ട് എടുത്താണ്. ഈ ഫോണ്ടിൽ നമുക്ക് ഡിസൈനിങ് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഫോണ്ട് സെൻട്രലായി അലൈൻമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുക. ഇനി ലെഫ്റ്റിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിക്ക് ഒന്നും കൂടി മാറ്റിയാൽ 3 അലൈൻമെൻറ്റുകളാണുള്ളത്. 3 ഇതിമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം വരുത്താം. തൽക്കാലം നമുക്ക് സെൻട്രൽ അലൈൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ ഇതൊന്നും ഒന്ന് കുറച്ചും കൂടി സൈഡൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റമൊക്കെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതേപോലെ ഇതിന് ബുള്ളറ്റിന് എന്തെങ്കിലും ലിസ്റ്റായി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അത് ചെയ്യാം. അതൊന്നും ഇപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്തതാണ്. ഇനി ഈ ഹാപ്പിയുടെയും ബർത്ത്ഡേയും ഇടയിൽ ഗ്യാപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ സ്പേസിങ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ലൈൻ സ്പേസിങ് എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. കുറച്ചും കൂടി കൂട്ടിയാൽ കൂടുതൽ ഗ്യാപ്പ് വരും. ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടി കൊടുക്കാം. ഒരു നോർമൽ സ്പേസ് ആണ് ഇപ്പോൾ സാധാരണയായിട്ട് ഡീഫോൾട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. നോർമൽ ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അത് മാറ്റം വരുത്തേണ്ട സമയത്ത് മാറ്റം വരുത്താം. ഇനി ഈ ടെക്സ്റ്റിന് എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള എഫക്റ്റുകൾ കൊടുക്കാം. അതിനാണ് സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നൺ എന്ന് കൊടുത്തിട്ടുള്ള ഒരു എഫക്റ്റും ഇപ്പം ഇല്ല. ഇനി ഷാഡോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷാഡോ നമുക്ക് കൊടുക്കാം. ഷാഡോ ചെറിയ ഷാഡോ ആണ്. അത് ഷാഡോ ഏത് ഷാഡോ കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഷാഡോ കളർ കൂടെ സെലക്ട് ചെയ്യാം. അത് നല്ല സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു ഓഫ്സെറ്റ് മാറ്റം വരുത്തി കൊടുക്കുക. ഡയറക്ഷൻ എങ്ങോട്ടാണ് വേണ്ടത് അതിനനുസരിച്ച് അവിടെ ഇങ്ങനെ മാറും. കണ്ടോ, ഓരോ ഭാഗത്തേക്ക് മാറ്റാം. ബ്ലറായിട്ടാണ് ഈ ഷാഡോ വരേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ബ്ലറാക്കി കൊടുക്കാം. ട്രാൻസ്പാരൻ്റ് ആണ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. കണ്ടോ, മാറ്റങ്ങൾ വരുന്നു. പിന്നെ പല രീതിയിലുള്ള ഇതുകളുണ്ട്, അതൊക്കെ ഇവിടെ ഉണ്ട്, മാറ്റം വരുത്തും. ഇനി ബ്ലറായിട്ട് ഇങ്ങനെ കാണിക്കുന്ന രൂപത്തിലുള്ളതാണ് വേണ്ടതെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ഇതേപോലെയുള്ളതാണ് വേണ്ടത്. കണ്ടോ, ഇതിൽ ഔട്ട്ലൈൻ ആയിട്ട് വരും. അത് നമുക്ക് കളർ മാറ്റം വരുത്താം. ഇതിപ്പോൾ വൈറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വൈറ്റ് കൊടുക്കാം. കളറുകളൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി അതിൻ്റെ കട്ടി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ തിക്നെസ് കൂട്ടാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. കട്ടി കൂടുന്ന ഇവിടെ അറിയണില്ലെങ്കിൽ കളർ മാറ്റി കൊടുത്താൽ മതി. കണ്ടോ, കട്ടി നന്നായി കൂടി. ഇനി നമുക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. നമ്മൾ നേരത്തെ ഡീഫോൾട്ട് ആയിട്ടുള്ള അതിനുള്ള ഓൾറെഡി ഉള്ള കളർ തന്നെയാണ് കൊടുത്തത്. അതുകൊണ്ടാണ് അത് മനസ്സിലാവാത്തത്. വേറൊരു കളർ എടുത്ത് കൊടുത്തിട്ട് മഞ്ഞ കളറൊക്കെ കൊടുത്താൽ കൃത്യമായിട്ട് മനസ്സിലാവും. കണ്ടോ, പക്ഷെ അതൊന്നും ആരും ചെയ്യാറില്ല. നമുക്കതൊക്കെ അൺഡു ചെയ്യാം. സ്വാഭാവികമായിട്ടുള്ള കളറുകൾ കൊടുക്കാം. തൽക്കാലം ഇങ്ങനെ കൊടുക്കാം. ഇനി പിക്ചർ മാറ്റാനാണെന്നുണ്ടെങ്കിൽ പിക്ചർ സെലക്ട് ചെയ്യാം. നമുക്കൊരു പിക്ചർ, ഇപ്പോൾ നമുക്കൊരു ഗൂഗിളിൽ ഒരു പിക്ചർ എടുക്കാം. തൽക്കാലം ഒരു ക്യൂട്ട് ഗേൾ എന്നടിച്ചു കൊടുത്തു. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു പെൺകുട്ടിയുടെ പിക്ചർ നമുക്ക് എടുക്കാം.
ഇമേജസ് എടുക്കാം. തീരെ ക്ലാരിറ്റി ഇല്ലാത്ത പിക്ചേഴ്സാണ് വരുന്നത്. അതെല്ലാം എടുത്തു നോക്കാം. നമുക്കത് ഡൗൺലോഡ്സിൽ സേവ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ആ പിക്ചർ ഇതിലേക്ക് കയറ്റാം. പിക്ചർ നേരെ വലിച്ച് കൊണ്ടുവന്നാൽ നമ്മൾ അപ്ലോഡ്സിലാണ് അത് വരിക. അപ്ലോഡ്സ് എന്നുള്ള അവിടെയാണ് വരിക. ഇനി നമുക്ക് ഈ പിക്ചർ അത് ലോഡായി കഴിഞ്ഞു. ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പിക്ചർ മാറി. ഓക്കെ, ഇപ്പോൾ ഈ കുട്ടിയുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പേര് മാറ്റണമെന്നില്ല, നമുക്ക് മാറ്റി. ഓക്കെ, ഇനി ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യാൻ എന്താണ് ചെയ്യുക? ഷെയർ എന്നുള്ള ബട്ടൺ ഇവിടെ കാണാം, അതെടുക്കുക. നമുക്ക് ഏത് രൂപത്തിലാണ് ഇത് ആവശ്യമുള്ളത് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് PNG ആയിട്ടാണ് സാധാരണ വേണ്ടത് തരിക. അതെടുക്കുക, ഡൗൺലോഡ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ഇത് ഡൗൺലോഡ് ആവും. ഇതൊരു പ്രീമിയം കണ്ടന്റ് അല്ല, സാധാരണ നോർമൽ ക്യാൻവ ഫ്രീ ആണ്. ഇനി ക്യാൻവ പ്രീമിയം ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവ പ്രീമിയം എടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. ക്യാൻവ പ്രീമിയം നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ഫ്രീ ആയിട്ടുള്ള ഡിസൈൻസ്, നമുക്കിവിടെ ഡിസൈൻസ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്രീമിയം കണ്ടന്റുകൾ കാണാം. ഇതൊക്കെ പ്രീമിയം കണ്ടന്റ് ആണ് കേട്ടോ. പ്രീമിയത്തിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ അല്ലാത്തതും ബ്യൂട്ടിഫുൾ ആയതൊക്കെ ഉണ്ടാവും. അത് ഓരോരുത്തരുടെ കണ്ണിനനുസരിച്ചാണ്, ഓരോരുത്തരും അതിനെങ്ങനെ കാണുന്നു എന്നതനുസരിച്ച്. ഇതിപ്പോൾ പ്രീമിയം കണ്ടന്റ് അല്ലെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ, ഉണ്ടാവും. ഇത് പ്രീമിയം കണ്ടന്റ് ആണ്, ഇത് പ്രീമിയം കണ്ടന്റ് ആണ്. ഈ പ്രീമിയം കണ്ടന്റുകളൊക്കെ എജു ലെവലിൽ എടുത്ത ആളുകൾക്ക് ഇതിങ്ങനെ കാണാം. അപ്പോൾ എജു ലെവലിൽ പ്രീമിയം കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓഫറിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രീമിയം കണ്ടന്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രീമിയം താല്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെറും 199 രൂപക്ക് ലൈഫ് ടൈം ആയിട്ട്, അത് 100% ഗ്യാരണ്ടിയാണ്. അഥവാ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എടുത്തു തരും. ലൈഫ് ടൈം ആയിട്ട് പ്രീമിയം കണ്ടന്റ് എഡിറ്റ് ചെയ്യാനും പ്രീമിയത്തിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ നമ്മൾ ഇവിടുന്ന് ആക്ടിവേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ പിക്ചർ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. നമുക്കതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ് ആ പിക്ചർ. നല്ല ക്ലാരിറ്റി ഉണ്ടാവും പിക്ചർ. ഇത്രേ ഉള്ളൂ. കണ്ടില്ലേ, പേരൊക്കെ അടിപൊളിയായിട്ട് അടുത്തിട്ട് വന്നിട്ടുണ്ട്. പിക്ചറിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പിക്ചർ ക്വാളിറ്റി ഉണ്ടാവും. മറ്റേ ഡിസൈനുകളൊക്കെ വളരെ ഈസി ആയിട്ട് നല്ല സിമ്പിളായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം ഇങ്ങനെയാണ് ഒരു ഇമേജ് എഡിറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയാം. ഇതിപ്പോൾ ഒരു ബർത്ത്ഡേ പോസ്റ്ററാണ്. ഇനി നമുക്ക് പല രീതിയിലുള്ള പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്ത് പഠിക്കാനുണ്ട്. മലയാളം ആഡ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി.